എം.എൻ. വിജയൻ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് എം.എൻ. വിജയൻ്റെ സാംസ്കാരിക ചരിത്ര ദർശനം എന്നൊരു ശീർഷകത്തിൽ സംസാരിക്കാം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോഴാണ് ഈ നോട്ടീസ് ഷെയർ ചെയ്തപ്പോൾ ഒരു കവി സുഹൃത്ത്, യേശുദാസ് എന്ന് പറയുന്ന കവി സുഹൃത്ത് എനിക്കൊരു മെസ്സേജ് അയക്കുന്നത്. അതിങ്ങനെയായിരുന്നു: എം.എൻ. വിജയനെ ഡോക്ടറേറ്റ് ഉള്ളവർ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാണ് എന്നാണ് ചോദ്യം. നോട്ടീസിൽ ഡോക്ടറേറ്റുള്ള കുറച്ച് പേരുള്ളത് കൊണ്ടാവാം അങ്ങനെ ചോദിച്ചത്. എന്തായാലും ഒരു ന്യായമായ ചോദ്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് ഞാൻ ഇപ്പോൾ കരുതുന്നത്. അതിങ്ങനെ ഒരു ചോദ്യമായിട്ട് രൂപപ്പെടുത്തിയാൽ ഡോക്ടറേറ്റ് ഉള്ളവർക്ക് എം.എൻ. വിജയനെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് പറയുന്നൊരു ചോദ്യമായിട്ട് മാറും. അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെ എന്താണ് സ്നേഹം? എം.എൻ. വിജയനെ സ്നേഹിക്കുന്നത് ആരാണ്? തുടങ്ങിയ കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ നമുക്ക് ഓർക്കാവുന്നതാണ്. സത്യത്തിൽ എം.എൻ. വിജയൻ ഒരു അക്കാഡമിഷ്യൻ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ എല്ലാ വിമർശന കൃതികളും വായിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ ആകൃഷ്ടനായോ ഒന്നുമല്ല എം.എൻ. വിജയനെ അറിയാൻ ഞാൻ തുടങ്ങുന്നത്. സ്നേഹിക്കാൻ അറിയാവുന്ന ഒരാൾ എന്ന നിലയിലാണ് ഞാൻ എം.എൻ. വിജയൻ മാഷെ ഓർക്കുന്നത്. അതറിഞ്ഞ ശേഷമാണ് സത്യത്തിൽ മാഷിൻ്റെ മിക്കവാറുമുള്ള എല്ലാ എഴുത്തുകളും വായിച്ചത്. ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു പ്രശ്നം പിടിച്ച വാക്കാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചില നിർണായക സന്ദർഭത്തിൽ മാത്രമേ നമുക്ക് സ്നേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കൂ. ഈ അധികാരികൾക്കൊക്കെ അപ്രിയമാകുന്ന സന്ദർഭത്തിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത് കാണാം. അതായത് ഒരു ധൈര്യത്തിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. ധൈര്യമുള്ളവർക്ക് മാത്രം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു വികാരമാണ് സ്നേഹം എന്നും വേണമെങ്കിൽ പറയാം. ഈ അതുവരെ നമ്മൾ ഈ ധീരത പരീക്ഷിക്കപ്പെടുന്ന കാലം വരെ നമുക്കുള്ളതും നമ്മോടുള്ളതും ഒക്കെ സ്നേഹമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. അതുവരെ പുൽച്ചാടിയും മുല്ലവല്ലിയും മാൻകിടാവും നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും നമ്മോട് സ്നേഹത്തിലാണെന്ന് കരുതും. പഴയ ശകുന്തളയെ പോലെ തന്നെയാണ്. ശകുന്തളയുടെ നമുക്കറിയാം, ശകുന്തളയെ മുല്ലവല്ലിയും മാൻകിടാവും ഒക്കെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ശകുന്തളയെ രാജാവ് ഉപേക്ഷിക്കുന്ന ഒരു പ്രത്യേക ഘട്ടം വരുമ്പോഴാണ് ആശ്രമത്തിലുള്ളവർ ഉപേക്ഷിക്കുന്നത്. ഇപ്പോൾ പ്രണയം ആശ്രമവിരുദ്ധ വികാരമാണെങ്കിലും ശകുന്തളയുടെ പ്രണയം സഖ്യമായി മാറുന്നത് രാജാവിനെ പ്രണയിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ രാജാവ് ഉപേക്ഷിക്കുമ്പോൾ ഈ രാജാവ് പറഞ്ഞ കാര്യം, അല്ല ഇവിടെ എനിക്ക് ഓർമ്മയില്ലെന്നോ ഒക്കെ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് ആശ്രമത്തിൽ അതുവരെ കൂടെ ഉണ്ടായിരുന്നവർ വേറെ സംശയിക്കുകയും അത് പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്യും. അതാണ് ഒരു പുല്ലിനെയും ഉറുമ്പിനെയും മാനിനെയും മുല്ലവല്ലിയെയും ഒക്കെ സ്നേഹിക്കുന്ന പഴയ ബ്രാഹ്മണ മതത്തിൻ്റെ ആശ്രമ സ്നേഹം അവിടെ അവസാനിക്കും. അതാണ് പുല്ലുമേഞ്ഞ മനോഹര സ്ഥലങ്ങൾ വളരെ മനോഹരമാണ് എന്ന് ശകുന്തളയും കരുതിയിരുന്നു. ഇത് പൊട്ടക്കിണറായിരുന്നു എന്നാണ് ശകുന്തള പിന്നീട് പറയുന്നത്. ഇതൊരു പഴയ മതങ്ങളുടെ ഒരു അവസ്ഥയാണ്. സ്നേഹവും കാരുണ്യവും ഒക്കെ ഉണ്ടായിരിക്കെ തന്നെ രാജാവ് ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒരു വസ്തുവാണ് സ്നേഹം എന്ന് പഴയ മതങ്ങളുടെ കാലത്ത് നമ്മൾ വിചാരിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. പിന്നെ പലപ്പോഴും നമ്മൾ അന്ന് ഔദാര്യങ്ങളെയാണ് സ്നേഹമെന്ന് ധരിക്കുന്നത്. സ്നേഹം മനസ്സിലാക്കുന്നത് തന്നെ ഒരു ആധുനിക കാലത്താണ്. അപ്പോൾ ഒരു ഔദാര്യത്തെയാണ് നമ്മൾ സ്നേഹമെന്ന് പറയുന്നത്. ആശ്രമ മൃഗമായതുകൊണ്ട് കൊല്ലരുത് എന്ന് ദുഷ്യന്തനോട് പറയുന്നു. ആ ഔദാര്യത്തെയാണ് നമ്മൾ ആശ്രമത്തോടുള്ള ദുഷ്യന്തൻ്റെ സ്നേഹമായിട്ട് മനസ്സിലാക്കുന്നത്. ആശ്രമമൃഗം അല്ലെങ്കിൽ കൊല്ലാം, അതാണ്. അപ്പോൾ ആശ്രമമൃഗമായതുകൊണ്ട് കൊല്ലാതിരിക്കുന്നതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത്. മറ്റൊരു പഴയ കഥയിൽ ഒരു അരയന്നത്തെ രാജാവ് പിടിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് അരയത്തെ അങ്ങ് സ്വതന്ത്രമാക്കും, അരയന്നത്തെ അങ്ങ് സ്വതന്ത്രനാക്കും. അപ്പോൾ അരയന്നത്തിന് തോന്നുന്നു തന്നോട് രാജാവിന് സ്നേഹമുണ്ട്. അങ്ങനെയാണ് പകരം എന്ത് വേണമെന്ന് ചോദിക്കുന്നത്. അതായത് തന്നെ കൊല്ലാതിരിക്കുന്നത് തന്നെ സ്നേഹമാണ് എന്ന് അരയന്നം കരുതുകയാണ് ചെയ്യുന്നത്. അല്ല, ഈ അധികാരികൾ നമ്മളെ യഥാർത്ഥത്തിൽ കൊല്ലാതിരിക്കുന്നത് തന്നെ ഒരു സ്നേഹമായിട്ട് കണക്കാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന എന്തിനാണ് എന്നെ പിടികൂടിയത്, പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചത്, നിങ്ങൾക്കങ്ങനെ പിടികൂടാനും ഉപേക്ഷിക്കാനും പറ്റുന്നൊരു വസ്തുവാണോ ഞാൻ എന്ന് അരയന്നങ്ങൾ ചോദിക്കില്ല. ചോദിച്ചു തുടങ്ങിയാൽ സ്നേഹം അവിടെ അവസാനിക്കും. അതാണ് കൊട്ടാരത്തിൽ പ്രമദവനത്തിലിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന സ്നേഹം കാട്ടിലെത്തുമ്പോൾ ഇല്ലാതാവുന്നു. ഇതൊരു സ്നേഹത്തിൻ്റെ ഒരു പ്രശ്നമാണ്. സത്യത്തിൽ ഇപ്പോൾ സംഘടനകൾക്കും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പ് നമ്മൾ ധൈര്യത്തിന് വേണ്ടി സ്നേഹിക്കണം, അല്ല സംഘടനകൾ ഉണ്ടാക്കണം, സംഘടിച്ച് ശക്തരാകാൻ വേണ്ടിയാണ്
സ്നേഹവും ധൈര്യവുമാണ് സംഘടനകളെ നിർമ്മിച്ചതെങ്കിൽ ഇന്നിപ്പോൾ അങ്ങനെയല്ല. സംഘടന ഒരു ആശ്രമത്തിൻ്റെ ഒരു സ്വഭാവത്തിലേക്കാണ് വരുന്നത്. ആശ്രമത്തിന് പുറത്തുള്ളവരെ കൊല്ലം, പുറത്തു പോകുന്നവർ പെട്ടെന്ന് കുറ്റവാളികളായിട്ട് മാറുകയും അതിനർത്ഥം കുറ്റവാളികൾ ഒളിച്ചിരിക്കാനുള്ളൊരു സ്ഥലമാണ് സംഘടന എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. അങ്ങനെ ഭീരുക്കൾ ഒളിച്ചിരിക്കാനുള്ള ഒരു ഇടമായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ചെറിയ ഭീരുക്കൾ ചേർന്ന് വലിയ ഭയത്തിൻ്റെ ഒരു സ്ഥലമായിട്ട് സംഘടന മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ ധൈര്യമുണ്ടോ എന്ന് പറയുന്നൊരു ചോദ്യം, നിങ്ങളുടേത് സ്നേഹമാണോ എന്ന് ഒരു ചോദ്യം ഉന്നയിക്കുന്ന ഒരു ചരിത്ര സന്ദർഭത്തെയാണ് സത്യത്തിൽ ഞാൻ സുധീഷും എം എൻ വിജയനും കൂടി കുറച്ചു കാലം മുമ്പ് സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. അത് പലർക്കും ഓർമ്മയുള്ളതാണെന്ന് നമുക്കറിയാം. മുതലാളിത്തം അതിൻ്റെ ഫണ്ടിങ്ങിലൂടെ രാജ്യത്തെ കീഴ്പ്പെടുത്തുന്ന വിവരം പുറത്തു വരികയാണ്. അതൊരു പുതിയ അധിനിവേശ രീതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. അതുവരെ പത്രങ്ങൾക്കോ ബുദ്ധിജീവികൾക്കോ ഒന്നും അറിഞ്ഞിട്ടായിരുന്നു നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ നിർണ്ണയിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പദ്ധതികളെല്ലാം നമ്മുടെ പദ്ധതികളാണ് എന്ന് കരുതിയിരിക്കുകയാണ്. നമ്മുടെ സൗന്ദര്യശാസ്ത്രം, നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ വിദ്യാഭ്യാസം ഇതെല്ലാം നമ്മുടേതാണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇതിങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നതാണ്, പണം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ്. സ്വാഭാവികമായും അതിൻ്റെ നിർമ്മാതാക്കളായ കാവലാളുകളായിട്ടുള്ള രാജാക്കന്മാർ ചോദ്യം ചെയ്യപ്പെട്ടു. സ്വാഭാവികമായും അവർ പ്രകോപിതരായി. അപ്പോൾ അങ്ങനെ പ്രകോപിതരായിട്ടൊരു രാജാവ് പറഞ്ഞത്, ഇങ്ങനെയാണെങ്കിൽ എം എൻ വിജയന് തേരാപ്പാര നടക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് തേരാപ്പാര നടക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല, തേരാപ്പാര നടക്കുന്നവരുടെ സ്വീകാര്യമായൊരു സ്ഥലമല്ല സംഘടനയ്ക്ക് പുറത്തു പോകുമ്പോൾ അവർക്ക് സുരക്ഷിതത്വമില്ലാതായി മാറുന്നു. ഇപ്പോൾ പിൻവാതിൽ ആശ്രിത നിയമനങ്ങളില്ല, അവിടെ ധനകാര്യ ആശീർവാദങ്ങളില്ല. അതെല്ലാം ആശ്രമ പരിസരത്തിൽ നിന്ന്, അങ്ങനെ അതെല്ലാം ഉള്ള ഒരു ആശ്രമ പരിസരത്തിൽ നിന്ന് നിങ്ങൾ പെട്ടെന്ന് പുറത്താക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എഴുത്തുകാരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് എന്നും വ്യക്തമാവുകയാണ്. അതിൻ്റെ ഒരു വിളംബരമായിട്ടത് മാറുകയാണ് ചെയ്യുന്നത്. എഴുത്തുകാരെന്ന് പറയുന്നത് തേരാപ്പാര നടക്കുന്നവരുടെ ഒപ്പം നിൽക്കേണ്ടവരല്ല എന്ന് പറയുന്ന ഒരു വിളംബരമായിട്ടത് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഏത് ചേരിയില്ലെന്ന് പറയുന്നൊരു ചോദ്യം അന്നത്തെ ഏതൊരു മാസികയിലൊരു കവർ സ്റ്റോറിയായിരുന്നു. സ്വാഭാവികമായും ഒരു ബുദ്ധിജീവിയും ഒരു എഴുത്തുകാരനും ഒരു അക്കാഡമിഷ്യനും എം എൻ വിജയൻ്റെ കൂടെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ യേശുദാസിൻ്റെ ഈ ചോദ്യം വരുമ്പോൾ അത് ഓർക്കുന്നത്. അതുകൊണ്ട് ഈ ബുദ്ധിജീവികൾക്കും ഡോക്ടറേറ്റ് ഉള്ളവർക്കും എം എൻ വിജയനെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് പറയുന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ സ്നേഹം മനസ്സിലാക്കി എന്ന് ഞാൻ പറഞ്ഞത് പ്രത്യേക സന്ദർഭത്തെ മുൻനിർത്തി കൂടിയാണ്. എം എൻ വിജയനെ സംബന്ധിച്ച് സുധീഷ് സാറിനെ തള്ളിക്കളഞ്ഞു എം എൻ വിജയനെ പഴയ ആശ്രമ വിശുദ്ധിയിലേക്ക് മടക്കി വിളിക്കാനുള്ളൊരു ശ്രമം നടന്നു. അതിനൊപ്പം നിന്നവർക്കത് ഓർമ്മയുണ്ടാവും. ആ ഗൂഢാലോചന പക്ഷെ ആദ്യഘട്ടത്തിൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങളന്ന് പ്രോഗ്രാമിന് ചെല്ലുകയും സുധീഷ് സാർ അവിടെ ഇല്ലായിരുന്നു. വിജയമാഷ് പ്രസംഗിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു പ്രകോപനം ഇല്ലാതെ വിജയമാഷ് പറയുന്നത് ഒത്തുതീർപ്പ് എന്നൊരു വഞ്ചന ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഒരു ഒത്തുതീർപ്പുണ്ടായിരുന്നു എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാകും. ഒത്തുതീർപ്പിനുള്ള ശ്രമം ഉണ്ടായിരുന്നു എന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കും. സത്യത്തിൽ ആ ഒരു ഓർമ്മയാണ് വിജയമാഷിനെ സംബന്ധിച്ച പല ദീപ്തമായ ചിത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോഴാണ് നമ്മൾ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഈ തേരാപ്പാര നടക്കുന്നവരുടെ ഒപ്പമാണ് എം എൻ വിജയൻ എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ ആ സ്നേഹം എന്ന് പറയുന്നൊരു സാധനം മനസ്സിലാക്കുന്നത്. ഈ അക്കാഡമീഷ്യന്മാരോ ബുദ്ധിജീവികളോ മാത്രമല്ല, മാധ്യമങ്ങളും ഒന്നുമില്ലായിരുന്നു. പക്ഷേ മാധ്യമങ്ങൾ അന്ന് അത് ആഘോഷിച്ചു. അതൊരു പാർട്ടിയിലെ പടലപ്പിണക്കമായിട്ട് എന്താണ് ഉന്നയിച്ചത് എന്നവിടെ വ്യക്തമല്ല. പക്ഷെ പാർട്ടിയിൽ സംഘർഷങ്ങളുണ്ട് എന്ന് പറയുന്ന രീതിയിൽ അത് ആഘോഷിച്ചു. പക്ഷേ മാഷ് ഉന്നയിച്ച ഒരു വിഷയവും, ഇപ്പോൾ വിദേശ ഫണ്ടിങ്, സ്വത്വവാദ വിമർശനം, ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ വിമർശനങ്ങൾ, ലൈംഗിക വിപണിയെ സംബന്ധിക്കുന്ന വിമർശനങ്ങൾ, വിഭവ ഭൂപട നിർമ്മാണത്തിൻ്റെ വിമർശനങ്ങൾ, ഇതിനോടൊന്നും തന്നെ മാധ്യമങ്ങൾ അനുകൂലമായ ഒരു നിലപാടും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, മാധ്യമങ്ങൾ പണ്ട് മുതലേ അത് വലിയ രീതിയിൽ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ എല്ലാ മാധ്യമങ്ങളും ബുദ്ധിജീവികളും എഴുത്തുകാരും അക്കാഡമിഷ്യന്മാരും എം എൻ വിജയനെതിരായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ എം എൻ വിജയൻ്റെ മരണവും മാധ്യമങ്ങൾ ആഘോഷിച്ചു. പക്ഷെ എന്തിനു മരിച്ചു, എന്ത് പറഞ്ഞുകൊണ്ട് മരിച്ചു എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളുടെ രീതി അതായതുകൊണ്ടും അത് നമ്മൾ മറച്ചു പിടിച്ചു. അല്ല, ഒരു മാസികയും എം എൻ വിജയൻ മഹാനായ ഗുരുവാണെന്ന് കവർ സ്റ്റോറി എഴുതിയില്ല. പിന്നീടൊക്കെ നമ്മൾ അങ്ങനെ എഴുതുന്നത് കണ്ടു. അല്ലേ, പാഠം എങ്ങനെ അശ്ലീലമാണ്
എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവർ സ്റ്റോറി ഒരു മാസിക എന്ന് എഴുതി. ഈ മാസിക എല്ലാ വർഷവും അനുഷ്ഠാനം പോലെ ഇങ്ങനെ ഭീരുക്കളെ കൊണ്ട് എം.എൻ. വിജയൻ ബിരുദ അനുസ്മരണങ്ങൾ എഴുതി സന്തോഷിക്കുന്ന ഒരു മാസിക. ഞാൻ പറഞ്ഞു വന്നത്, എം.എൻ. വിജയനെ സ്നേഹിക്കുന്നു എന്ന് കരുതിയവർക്ക് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു. ഞങ്ങൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ധൈര്യമില്ല, ആശ്രമ ഈ സംരക്ഷണത്തിന് പുറത്ത് തെരുവിൽ തേരാപ്പാര നടക്കുന്നവർക്ക് മാത്രമേ എം.എൻ. വിജയനെ സ്നേഹിക്കാൻ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞ ഒരു സന്ദർഭമായിരുന്നു. ജനങ്ങൾക്ക് സ്നേഹമുണ്ട്, കാരണം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ ധൈര്യമുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഉള്ളതുകൊണ്ട്, ജനങ്ങൾ കൂടെ നിൽക്കുന്നത് കൊണ്ട് മാധ്യമങ്ങൾക്ക് അതൊരു ലാഭമുണ്ടാക്കാനുള്ള വഴിയാണ്. പക്ഷേ എം.എൻ. വിജയൻ പറഞ്ഞ കാര്യങ്ങൾ സംസ്കരിക്കുക എന്നുള്ളത് അവരുടെ ഒരു ജന്മദൗത്യമായിരുന്നു. ആകെ ലേഖനങ്ങൾ, അദ്ദേഹത്തിൻ്റെ 1-2 ലേഖനങ്ങൾ മുൻനിർത്തി ഒരു ഉപദ്രവം ഇല്ലാത്തൊരു മനഃശാസ്ത്ര നിരൂപകനാണ്. ഒരു സാഹിത്യ ചരിത്രത്തിൽ ഒരു ഉപദ്രവം ഇല്ലാതെ വിശ്രമിക്കുന്ന, ഒരു പാരഗ്രാഫിൽ വിശ്രമിക്കുന്ന ഒരു അക്കാഡമിക് നിരൂപകനായിട്ടാണ് നമ്മൾ പൊതുവെ എം.എൻ. വിജയനെ കരുതുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമ്മളെപ്പോഴും ഈ വസ്തുതകളെ അതിൻ്റെ അധികാര വിമർശനത്തിൽ നിന്നങ്ങ് ചുരുക്കിയെടുത്ത് ഈ സംസ്കാരവുമായിട്ടങ്ങ് ബന്ധിപ്പിച്ചാൽ പിന്നെ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും. എം.എൻ. വിജയനെ നമുക്ക് പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റും. അദ്ദേഹം ഒരു നല്ലൊരു മനഃശാസ്ത്ര നിരൂപകൻ ആണ് എന്ന് പറഞ്ഞാൽ, നല്ലൊരു അധ്യാപകനാണ്, കലാലയ അധ്യാപകനാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് തോൽപ്പിക്കാൻ പറ്റും. ഇതൊരു ഒരാളിൻ്റെ നിലപാടല്ല, മറിച്ച് സംസ്കാരത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു കൾച്ചറൽ സ്റ്റഡീസ് ഒരു അക്കാഡമികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമുക്ക് ഈ പറയുന്ന അധികാര വിമർശനം ഒഴിവാക്കാൻ സാധിക്കും. ഈ എം.എൻ. വിജയനെ തോൽപ്പിക്കാൻ സാധിക്കും, ജനങ്ങളെ തോൽപ്പിക്കാൻ പറ്റും. ഈ തേരാപ്പാര നടക്കുന്ന ജനങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും. പക്ഷെ പ്രത്യക്ഷത്തിൽ അതൊരു സ്നേഹിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മുടെ മുന്നിലേക്ക് എല്ലാം വരുന്നത്. അക്കാഡമിക് വിഷയങ്ങളും മാധ്യമങ്ങളും എല്ലാം വരുന്നത്. അല്ലേ, നമുക്ക് സ്ത്രീകളെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. സ്ത്രീകളില്ലാത്ത വേദികൾ കണ്ടാൽ നമ്മൾ കരയും. അപ്പോൾ സ്ത്രീകളെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് സ്ത്രീ പ്രശ്നങ്ങളെ നമുക്ക് സംസ്കരിക്കാം. അതാണ് നമ്മൾ സ്വത്വവാദം പറയും, അതേസമയം സ്ത്രീ പ്രശ്നങ്ങളും പറയും. നമ്മൾ തീവ്ര മതസംഘടനകളെ സ്നേഹിക്കും, അതേസമയം നമ്മൾ സ്ത്രീകളെ സ്നേഹിക്കും. അതാണ് അക്കാഡമികളിലും അങ്ങനെയായിരുന്നു. സ്ത്രീകളെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് സ്ത്രീ പ്രശ്നങ്ങളെ സംസ്കരിക്കാൻ പറ്റിയിരുന്നു. അധസ്ഥിത ജനതയെ സ്നേഹിച്ചുകൊണ്ട് അവരെ ഒറ്റുകൊടുക്കാൻ പറ്റിയിരുന്നു. പരിസ്ഥിതിയെ സ്നേഹിച്ചുകൊണ്ട് അതിനെ വിൽപ്പന വസ്തുവാക്കാൻ പറ്റും. നമ്മളൊരു 90കളിൽ വരുന്ന ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇപ്പോൾ ദളിത് പരിസ്ഥിതി സ്ത്രീവാദങ്ങൾ എന്ന് പറയുന്നത് എല്ലാം കീഴാളപക്ഷം എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇതിനെ വിജയമാഷ് പറഞ്ഞ ഇരയായി അഭിനയിച്ചുകൊണ്ട് ഇരപിടിക്കുന്നവർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ആത്മാർത്ഥത ഉള്ളതാണെന്നാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ 90കളിൽ പാഠ്യപദ്ധതികളിൽ ഫെമിനിസം തീർച്ചയായിട്ടും പഠിക്കണം എന്ന് പറയുന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു. സ്ത്രീകൾ മാത്രമുള്ള സിലബസുകളുണ്ടായി, സ്ത്രീകൾ കോഴ്സുകളുണ്ടായി, സ്ത്രീകൾ മാത്രം. നമ്മൾ സ്ത്രീകളോടുള്ള സ്നേഹമാണെന്ന് കരുതി നമ്മൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കോഴ്സ് പരിഷ്കരണം വരുമ്പോൾ നമുക്ക് സ്ത്രീ പഠനം എന്ന് പറയുന്നത് ഒരു കോഴ്സ് ബക്കറ്റിൽ നിന്ന് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാവുന്ന ഒന്ന് മാത്രമായിട്ട് നിർബന്ധമില്ല. സ്ത്രീ ഒരു അനിവാര്യമല്ലാത്തൊരു ഡേറ്റയായിട്ട് മാറി. പണ്ട് മലയാള ഭാഷയ്ക്കൊരു മലയാള ഭാഷയ്ക്ക് ഒരുപാട് ചരിത്രമുണ്ട്. അല്ല, അങ്ങനെ മലയാള ഭാഷാവാദം നമ്മൾ രൂപീകരിച്ചു. അപ്പോൾ മലയാള ഭാഷയോടുള്ള സ്നേഹം എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ ഇന്ന് മലയാള ഭാഷ തന്നെ പഠിക്കണമെന്നില്ല. മലയാള ഭാഷ ഉണ്ടായ ചരിത്രം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വിഷയത്തിൻ്റെ സബ് എന്ന് പറയുന്ന ആ വിഷയത്തിൻ്റെ ചരിത്രമാണല്ലോ. അപ്പോൾ ആ വിഷയങ്ങൾ നമുക്ക് പഠിക്കേണ്ട. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാറും. അല്ല, ഒരു സമയത്ത് നമ്മൾ മഹാഭാരതത്തിലെയും വിജ്ഞാന ശാകുന്തളത്തിലെയും ഒക്കെ ഈ മത്സ്യത്തൊഴിലാളിയുടെ ജാതി അവസ്ഥയിൽ കണ്ട് ദുഃഖിക്കുന്ന സ്വത്വവാദികളായി പെട്ടെന്ന്. പക്ഷെ ഇപ്പോൾ പറയുന്നത് മഹാഭാരതത്തിൽ നിശ്ചിത പാഠങ്ങളൊന്നുമില്ല, ഡേറ്റകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഡേറ്റ മോഷ്ടിച്ച് നമ്മൾ ബുദ്ധിജീവികളുണ്ടായി. അന്ന് രവിശങ്കർ സാറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ഈ മോഷണ വിവാദത്തിൽ ന്യായീകരിക്കാൻ വേണ്ടി വരുന്ന അക്കാഡമിഷ്യന്മാരാണ്, സാധാരണ ആൾക്കാരല്ല. 16 പണ്ഡിതന്മാരൊപ്പിട്ട് അല്ലേ, പ്രത്യേകിച്ച് അന്ന് ആ ഒപ്പിട്ട രേഖയിൽ പറയുന്നത് വിവരമില്ലാത്ത മലയാളികൾക്ക് അല്ലേ ഈ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ മോഷ്ടിച്ചു കൊടുക്കുന്ന ഇത് തെറ്റല്ല. നമ്മൾ കായംകുളം കൊച്ചുണ്ണിയെ കുറിച്ചൊക്കെ അങ്ങനെ പറയുമല്ലോ, പാവപ്പെട്ടവർക്ക് പണക്കാരിൽ നിന്ന് മോഷ്ടിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്ന അങ്ങനെ ഒരു വൈജ്ഞാനിക ദാരിദ്ര്യം ഉള്ള ഒരു ജനവിഭാഗമാണ് ഈ മലയാളികൾ എന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അത്രയ്ക്ക് വിചിത്രവും ദയനീയവുമാണ് നമ്മുടെ അക്കാഡമിക് ലോകം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടറേറ്റ് ഉള്ളവർക്ക് സ്നേഹിക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞ ചോദ്യം ഇതിന് പുറത്തുള്ള ഒരാൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഗവേഷണങ്ങൾ, ഇപ്പോൾ ഇത്തരം ഒരു അടിമത്തം എന്ന് പറയുന്നത്
അക്കാഡമിക് സമൂഹത്തിന് സ്വാഭാവികമാണത്. കാരണം നമ്മൾ ഒരു അക്കാഡമി എന്ന് പറയുന്നതും പഠനം എന്ന് പറയുന്നതും പലപ്പോഴും വിജയമാഷ് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ഒരു യാഥാസ്ഥിതിക പരിശീലനമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. കേസരി പണ്ട് പറയുന്നുണ്ട്, ഇതാണ് ആശയങ്ങൾക്ക് വീണ് മരിക്കാനുള്ള ഈ ആശുപത്രികളാണ് എന്ന് പറയുന്നൊരു ഉദ്ധരണി കേസരി എടുത്തു ചേർക്കുന്നുണ്ട്. അത് പക്ഷേ വളരെ ശക്തമായിട്ട് വരുന്നത് ഈ തിയറി ഫേസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. നമ്മുടെ ഈ ഉത്തരാധുനികത എന്ന് പറയുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ ഈ അക്കാഡമികളെ ഇത്രയേറെ ഭീരുക്കളുടെ ഇടമാക്കി മാറ്റിയത്. നമ്മളിപ്പോൾ ഗവേഷണത്തിന് ചെല്ലുന്ന വിദ്യാർത്ഥികളോട് ചോദിക്കുന്നത് ഏത് സിദ്ധാന്തമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അല്ല, ഏത് കീവേഡ് ആണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്, എന്ത് പ്രശ്നമാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങളുടെ ഗവേഷണ പ്രശ്നം എന്താണ് എന്നല്ല. അല്ലെ, നമ്മുടെ ഒരു ആസന്ന ജീവിത പരിസരവുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ചോദ്യങ്ങളാണല്ലോ നമ്മൾ ഗവേഷണ പ്രശ്നങ്ങളായിട്ട് മാറേണ്ടത്. പക്ഷെ ആ പ്രശ്നങ്ങളെ അല്ല ചോദിക്കുന്നത്, പ്രശ്നങ്ങളെ അല്ല അഡ്രസ്സ് ചെയ്യുന്നത്. ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന താക്കോൽ വാക്കുകളാണ്, അല്ലെങ്കിൽ താക്കോൽ ആണ് ഈ ഗവേഷണം എന്ന് പറയുന്നത്. അല്ലെ, PhD നമ്മൾ ഡോക്ടർ ഓഫ് ഫിലോസഫി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. തുറക്കാനുള്ള തത്വം നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ തലകീഴായിട്ട് മാറുകയാണ്. ആരുടെയോ താക്കോൽ മോഷ്ടിക്കാൻ നമ്മൾ കുട്ടികളെ നിർബന്ധിക്കുന്നു. അല്ലെ, കള്ളത്താക്കോലിട്ട് തുറന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ആരുടെയോ വസ്തുക്കൾ മോഷ്ടിക്കുന്നു. അതാണ് ഗവേഷണം എന്ന് മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മോഷ്ടാക്കൾക്ക് എപ്പോഴും ഭീരുക്കളായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും സത്യം പറയാൻ പറ്റില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അവരെപ്പോഴും ഒരു ഭയം പിടികൂടും. ഒരു വന്യമൃഗത്തെ പോലെ അവരെ ഇങ്ങനെ പിന്തുടരും. അതുകൊണ്ട് അവർ ഭയക്കുന്ന ഒരു കൂട്ടമായിട്ട് നമ്മൾ അക്കാഡമിക് സമൂഹം മാറും. അതാണ്. അപ്പോൾ അതുപോലെ അതിനെ പറ്റിയ ആശയങ്ങൾ, ഇപ്പോൾ ഒരാശയവും സ്വന്തമായിട്ട് നിർമ്മിക്കാത്തതിനാൽ ഒന്ന് നിർമ്മിക്കാത്തതാണ് വിമർശനം, ഗവേഷണം എന്ന് പറയും. ആധുനികത ആണ് ഈ യുക്തിയുടെയും വിമർശനത്തിൻ്റെയും കാലമെന്നും ഉത്തരാധുനികയിൽ അത് വേണ്ട എന്നും പറയും. അതാണ് ആധുനിക കാലത്ത് നിർമ്മിക്കപ്പെട്ട ജ്ഞാനപാഠങ്ങൾ ഡേറ്റകളായി ശേഖരിച്ചാൽ മതി. നാക്കും ഗവേഷകരും വിമർശകരുമാണ്. എല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ട് ഒരു ശരിയും നിർമ്മിക്കാതെ ഇരിക്കും. അതിനർത്ഥം പാഠങ്ങൾ നിർമ്മിക്കുന്നവർ വളരെ കഷ്ടപ്പെട്ടാണ് നിർമ്മിക്കുന്നത്, ചരിത്രം നിർമ്മിക്കുന്നത് അല്ല, അവരെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാൻ അവർ നിർമ്മിച്ച സൗഭാഗ്യങ്ങളെ നമുക്ക് ആസ്വദിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഒരു സംസ്കാരത്തിൻ്റെ ദേശീയമായ ചരിത്രം നിങ്ങൾ പഠിക്കേണ്ട, അല്ല, അങ്ങനെ പഠിക്കാത്തത് എന്ത്? പഠിച്ചാലല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റൂ, അല്ലെ നിഗമനങ്ങളിൽ എത്താൻ പറ്റൂ എന്ന് നമ്മൾ ചോദിച്ചാൽ അവർ പറയുന്ന ഉത്തരം ഇതാണ്: ആധുനികത എന്ന് പറയുന്ന രേഖീയമായ കാലസങ്കല്പമാണ്. അതിലെനിക്ക് വിശ്വാസമില്ല. ഞാൻ വെർട്ടിക്കലല്ല, ഹൊറിസോണ്ടലാണ് എന്ന് പറയും. അപ്പോൾ അതൊരു തമാശയായിട്ട് നമുക്ക് തള്ളിക്കളയാം. പക്ഷേ നമ്മൾ അക്കാഡമികളെ മുഴുവനും ആ ഒരു രീതിശാസ്ത്രം ഭരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വിഷയം. സംസ്കാര വിമർശനം ഗവേഷണ വിഷയമായിട്ട് എടുക്കുന്ന എല്ലാ പ്രബന്ധത്തിൻ്റെയും ആമുഖത്തിൽ ഈ ഒരു നിലപാട് കാണാൻ പറ്റും. അതുപോലെ ഏത് പുസ്തകവും മലയാളത്തിൽ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകവും ഇറങ്ങിയ പുസ്തകവും എടുത്തു വെച്ചിട്ട് അതിൻ്റെ ആമുഖത്തിലോ എവിടെയെങ്കിലും കാണും എന്താണ്: രേഖീയമായ ചരിത്രത്തിൽ വിശ്വാസമില്ല, അതുകൊണ്ട് ഡേറ്റകൾ ശേഖരിക്കില്ല. അത്രയേ ഉള്ളൂ. ചരിത്രപരമായിട്ട് വിശകലനം അല്ല നിങ്ങൾ ചെയ്യാത്തത് എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന അതാണ്: രേഖീയമായ ചരിത്രത്തിൽ എനിക്ക് വിശ്വാസമില്ല. പക്ഷേ രേഖീയമായ ശമ്പളത്തിൽ നമുക്ക് വിശ്വാസമുണ്ട്, ഫെലോഷിപ്പിൽ നമുക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഈ രേഖീയമായ ഒരു കാലവും ചരിത്രവും ചോർന്നു പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ശമ്പളവും ഹൊറിസോണ്ടലായിട്ട് മാറും. കാരണം നമുക്ക് താൽക്കാലിക നിയമനങ്ങളായിട്ട് മാറും, നമ്മുടെ സ്ഥിര നിയമനങ്ങളില്ലാതായി മാറും. പക്ഷെ നമുക്ക് ഭയക്കണ്ട, നമ്മളല്ലല്ലോ, അത് വരുന്ന തലമുറ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇത്തരത്തിലൊരു ഉത്തരാധുനിക സൗന്ദര്യശാസ്ത്രം നമ്മളെ അക്കാഡമികൾക്ക് നൽകിയത് ഇത്തരത്തിലൊരു നട്ടലില്ലാത്തൊരു രീതിശാസ്ത്രമാണ്. അതുകൊണ്ടാണ് MN വിജയൻ പറയുന്നുണ്ടല്ലോ, ഈ ഗ്ലോബലൈസേഷൻ്റെ കലയാണ് പോസ്റ്റ് മോഡേൺ കല, ആഗോളീകരണത്തിൻ്റെ കലയാണ് പോസ്റ്റ് മോഡേൺ കല. അല്ലെ, അനുഭവങ്ങൾ എന്ന പോലെ ധീരതയും എഴുത്തിൽ നിന്ന് ചോർന്നു പോകും. രീതികളിൽ മാത്രം ഊന്നുകയും നമ്മൾ ഭാഷയും പല അഭ്യാസങ്ങളും അതിൽ കൊണ്ടുവരും. അല്ലെ, രീതികളിൽ മാത്രം ഊന്നുകയും സത്യം മറച്ച് വെക്കാൻ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നാണ് വിജയമാഷ് പറയുന്നത്. ഒന്നും ജീർണതയല്ല എന്ന് പറഞ്ഞ് ജീർണതയെ അത് ഉയർത്തിപ്പിടിക്കുന്നു, ഒന്നും അധാർമികമല്ല എന്ന് പറഞ്ഞ് അധാർമികതയെ വാഴ്ത്തുന്നു, അശ്ലീലത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകി അശ്ലീലം എഴുതുന്നതിനെ നമ്മൾ ന്യായീകരിക്കുന്നു. അല്ലെ, എല്ലാം ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ഒരു പണത്തിൻ്റെ ഒരു സ്ലിപ്പും കൂടി അതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് MN വിജയൻ പറയുന്നത്. കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് കാറ്ററിങ്ങിൻ്റെ പരസ്യത്തിലൂടെ ഒരു മിഠായിയും കൂടെ കാണും. അതുപോലെ ഈ പറയുന്ന ഒരു പരസ്യവും കൂടി അതിനകത്ത്, അല്ലെങ്കിൽ എല്ലാം ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കച്ചവടക്കാർ പറയുന്നതാണ് ശരി എന്ന് പറയുന്ന അർത്ഥത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അങ്ങനെയാണ് ഒരു സൂപ്പർ മാർക്കറ്റ്, അല്ലെ ബഹുപാഠങ്ങളുടെ ഒരു സൂപ്പർ മാർക്കറ്റാണ് ഉത്തരാധുനികത എന്ന് നമുക്ക് പറയാം. അതായത് ചരിത്രങ്ങൾ നമ്മൾ ബഹുപാഠങ്ങളാണെന്ന് പറയും, അല്ലെ, അവ യഥാർത്ഥമാണോ ഭാവനയാണോ എന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയിൽ പറയും. അപ്പോൾ അത് ചരിത്രം നിർമ്മിക്കുന്നവനെ നമുക്ക് ഒഴിവാക്കിയെടുക്കാനുള്ളൊരു വഴിയാണ്. അപ്പോൾ
കേരളം നിർമ്മിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് മഴുതറിഞ്ഞ് പരശുരാമനാണെന്നുള്ള പാഠമുണ്ട്, മിഷണറിമാരാണെന്നുള്ള പാഠമുണ്ട്, ബ്രിട്ടീഷുകാരാണെന്നുള്ള പാഠമുണ്ട്, സമരം ചെയ്ത് അധസ്ഥിതർ നിർമ്മിച്ചതാണ്, ഇങ്ങനെ പല പാഠങ്ങളുണ്ട്. ഈ എല്ലാ പാഠങ്ങളും തുല്യതയാണ്, തുല്യമായ നിലയിൽ ശരിയാണെന്നോ തെറ്റാണെന്നോ പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഈ സമരം ചെയ്ത് കേരളം ഉണ്ടാക്കിയവരെ ഒറ്റുകൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു അഭിപ്രായത്തിൽ എത്തിച്ചേരാൻ പറ്റൂ. അതുപോലെ തന്നെ ഇതിനൊപ്പം സംഭവിക്കുന്നത് നമ്മൾ തള്ളിക്കളയുന്ന പല പാഠങ്ങളും, പണ്ട് തള്ളിക്കളഞ്ഞ പല പാഠങ്ങളും, ഇപ്പോൾ പരശുരാമൻ്റെ സവർണ്ണ പാഠവും ബ്രിട്ടീഷ് കൊളോണിയൽ പാഠവും, ബ്രിട്ടീഷുകാരാണ് നമുക്ക് സ്വാതന്ത്ര്യം തന്നത് എന്ന് പറയുന്ന ഒരു പഴയ പാഠമാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ പറയുന്ന ഒരു പാഠമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുനരുദ്ധാരണം ഉണ്ടായി വരും. അതുകൊണ്ടാണ് നമ്മൾ ഫാസിസത്തിനെതിരെ ഇങ്ങനെ ഉത്തരാധുനിക രീതിയിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഫാസിസ്റ്റ് മൂല്യങ്ങൾ, കൊളോണിയൽ മൂല്യങ്ങളെല്ലാം ഉയർന്നു വരുന്നത് അതുകൊണ്ട്. അപ്പോൾ നമുക്കും ഒരു വിശകലന രീതി അതാണ്, ഇങ്ങനെ ദ്വന്ദ്വങ്ങൾ കൊണ്ടുവരും, എന്നിട്ട് അതിലേതെങ്കിലും ഒന്നിൽ നിർത്തും. അതാണ് മാധ്യമങ്ങളിലും നമ്മളങ്ങനെ കാണും. അതായത് ഈ വ്യാജ ദ്വന്ദ്വങ്ങളുടെ ഒരു നിർമ്മിതി, അത് ഈ മാധ്യമങ്ങളുടേതെന്ന പോലെ നമ്മുടെ ഉത്തരാധുനിക പഠന മേഖലകളുടെയും ഒരു സവിശേഷതയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഇപ്പോൾ മാധ്യമങ്ങളിൽ നമ്മൾ കാണും, മതം അഭിനയിക്കാനും പുരോഗമനം അഭിനയിക്കാനും ആങ്കർമാരുണ്ടാകും, സ്ഥിരം ചർച്ച അഭിനേതാക്കളുണ്ടാകും. വ്യാജ ദ്വന്ദ്വങ്ങളെയാണ് ഇവർ ആശ്രയിക്കുന്നത്. എന്നിട്ട് അതിൽ മാറി നിൽക്കും. ചിലപ്പോൾ പുരോഗമനം നല്ലത്, ചിലപ്പോൾ മതം നല്ലത്, ഇങ്ങനെ മാറി നിൽക്കുന്ന വരുന്നതാണ്. അതിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്ന കാലത്തെ അവർ ഒഴിവാക്കിയെടുക്കുകയും ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. അത് ഉത്തരാധുനികതയുമായി ബന്ധപ്പെട്ട ഈ ദ്വന്ദ്വ നിർമ്മിതികളുടെ ഒരു ധാരാളിത്തം കാണാം. അപ്പോൾ എഴുത്ത്, ശബ്ദം, ചരിത്രം, ഭാവന, ലഘുവാഖ്യാനം, ബൃഹദാഖ്യാനം, ഇങ്ങനെ കുറേ ദ്വന്ദ്വങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് എന്തോ ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിനെ എതിർത്തിട്ട് വിപ്ലവം എന്നുള്ള രീതിയിൽ നമ്മൾ മാധ്യമങ്ങൾ കാണുന്ന അതേപോലെ തന്നെ വിപ്ലവം എന്നുള്ള രീതിയിൽ മറുദ്വന്ദ്വത്തെ ഇവർ സ്വീകരിക്കും. ആദിയിൽ വചനമുണ്ടായി എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വചനകേന്ദ്രിതമാണ് മതം, അല്ലെങ്കിൽ മതത്തിൻ്റെ ഒരു ഐഡിയോളജി, തത്വശാസ്ത്രം അതാണ്. അതുകൊണ്ട് എഴുത്തിന് പ്രാമുഖ്യം കൊടുക്കണം എന്ന് പറയുന്നു. നമുക്ക് പക്ഷേ അറിയാം, മുതലാളിത്ത കാലം എന്ന് പറയുന്നത് ഒരു ക്യാമറ കാലമാണ്. ഇവിടെ കാണുന്നതാണ് സത്യമെന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ CCTV കണ്ടാൽ മാത്രമേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ, ക്യാമറയിൽ കണ്ടാൽ മാത്രമേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ. നമ്മുടെ കൂട്ടുകാരൻ കവിയാണെന്ന് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പത്രത്തിൽ വരണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്നത് സത്യം എന്ന് പറയുന്ന ഒരു കാഴ്ചയുടെ കാലമാണ്. പക്ഷെ ആ ഒരു അധിനിവേശ രീതിയെ ഇവർ മറച്ചു പിടിക്കും. അതുപോലെ ബൃഹദാഖ്യാനങ്ങളുടെ ഇല്ലാത്ത കാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന അതിൻ്റെ ചെറുആഖ്യാനങ്ങൾ, ചെറുതുകളുടെ വിപ്ലവം, ഇതൊക്കെ നമ്മൾ കാണും. പല വിപ്ലവ രൂപങ്ങളെ കൊണ്ടുവരുന്നു. അതിൻ്റെ ബൃഹദാഖ്യാനങ്ങളിലെ അവിശ്വാസം, ഉത്തരാധുനികത എന്ന് പറഞ്ഞ് നിർവചിക്കുന്നു. നമുക്കറിയാം, ആഗോളീകരണം എന്ന് പറയുന്ന ഒരു ബൃഹദാഖ്യാനമാണ്. മതം മാത്രമല്ലല്ലോ ഒരു ബൃഹദാഖ്യാനം എന്ന് പറയുന്നത്. മുതലാളിത്തം ഒരു ബൃഹദാഖ്യാനമാണ്. അതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. മാർക്സിസം എന്ന് പറയുന്ന ബൃഹദാഖ്യാനത്തെയാണ് യഥാർത്ഥത്തിൽ ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. പക്ഷേ അവർ കാണാതെ പോകുന്നത് ഈ പറയുന്ന ഒരു കാണാൻ സമ്മതിക്കാതിരിക്കുന്നത് ആണ് പറയുന്നത്. ഈ മുതലാളിത്തം എന്ന് പറയുന്നൊരു ബൃഹദാഖ്യാനത്തെ അവർ ഒഴിവാക്കിയെടുക്കുന്നു. അതുപോലെ ഈ ഡിജിറ്റൽ മുതലാളിത്തം എന്ന് പറയുന്ന ബൃഹദാഖ്യാനം ദേശങ്ങളെ ലഘുവാഖ്യാനങ്ങളെ ചിതറിച്ച് കളയുന്നു, ആ വംശങ്ങളായിട്ട് ചിതറിച്ച് കളയുന്നു. പക്ഷേ ആ വംശീയത വിപ്ലവമാണ് എന്നുള്ള രീതിയിൽ അവർ കൊണ്ടുവരികയും ചെയ്യും. നമ്മുടെ ദുരന്തങ്ങൾ വിപ്ലവമാക്കി അവരെടുക്കുകയും യഥാർത്ഥ ദുരന്തങ്ങളുടെ കാരണങ്ങളെ മറവ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു സവിശേഷത. ഇത് ചരിത്ര പഠന രീതിശാസ്ത്രങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. ചരിത്രം, ഭാവന എന്ന ദ്വന്ദ്വത്തിൽ നിൽക്കുന്ന ഒരുപാട് തിയറികളുണ്ട്. ഇപ്പോൾ മെറ്റാ ഹിസ്റ്ററിയെക്കുറിച്ച് ഹൈഡൻ വൈറ്റിൻ്റെ പുസ്തകമുണ്ടല്ലോ. അപ്പോൾ അത്തരം പുസ്തകങ്ങളിൽ ഇപ്പോൾ അതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നത് ഫിക്ഷനും ചരിത്രവും തമ്മിലുള്ള വ്യത്യാസം നിലനിൽക്കുന്നത് ചരിത്രകാരൻ തൻ്റെ കഥകളെ കണ്ടെത്തുന്നു എന്നതിലാണ്. അതേസമയം ഫിക്ഷൻ എഴുത്തുകാരൻ അവൻ്റെ കഥകൾ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ചരിത്രവും ഫിക്ഷനാണെന്നാണ് പറയുന്നത്. അതായത് ചരിത്രം ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം കണ്ടെത്തുന്നു എന്ന് പറയുന്ന സാധനം, നിലവിലുള്ളത് കണ്ടെത്തുന്നു. ഫിക്ഷൻ കണ്ടുപിടിക്കുന്നു, പുതുതായിട്ടുള്ള നിർമ്മാണമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു ചരിത്രവും നിർമ്മാണമാണ്. പ്രത്യക്ഷത്തിൽ അത് ശരിയാണ് അല്ലേ? എന്നിട്ട് ഒരു ഭാഷാ നിർമ്മിതിയാണ്, ചരിത്രവും കണ്ടുപിടുത്തമാണ്, ഒരു കഥയാണ് എന്ന് പറയുകയാണ്. പക്ഷെ അവിടെ കൊണ്ടുവരുന്നൊരു ഒരു വ്യാജ ദ്വന്ദ്വം കൊണ്ടുവരും. നിലവിലുള്ളത് കണ്ടുപിടുത്തം അല്ലേ? നിലവിലുള്ളതിൽ നിന്നുള്ള നിലവിൽ നിന്നുള്ള കണ്ടുപിടുത്തമാണ് ചരിത്രവും ഫിക്ഷനും എല്ലാം. അല്ലാതെ ആകാശത്തു നിന്നൊന്നും തന്നെ സൃഷ്ടിക്കുന്നില്ല അല്ലേ? അതാണ് എൻ്റെ ഒരു കാര്യം. ആ യാഥാർത്ഥ്യം മറവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഭാവനയിൽ യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ള കാര്യം മറവ് ചെയ്യാനാണ്. എന്നിട്ട് ഭാവനയാണ് എല്ലാം എന്ന് പറയുകയും ചെയ്യുന്നതാണ്. അപ്പം നിലവിലുള്ളത് എന്ന വസ്തുനിഷ്ഠത ചോർത്തി കളയുകയാണ് ചെയ്യുന്നത്.
അതാണ് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഭൗതികവാദം എന്ന് നമ്മൾ പറയുമെങ്കിലും ഇത് പ്രത്യക്ഷത്തിൽ ഭൗതികവാദമായിരിക്കുമ്പോഴും ഈ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ ഐഡിയോളജി അത് ഒരു പഴയ ഐഡിയലിസത്തിൻ്റെയും സ്പിരിച്വലിസത്തിൻ്റെയും, അതുകൊണ്ടാണ് ശങ്കരാചാര്യരുടെ തത്വശാസ്ത്രം തന്നെയാണ് പോസ്റ്റ് മോഡേണിസം എന്ന് എം എൻ വിജയൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഐഡിയലിസത്തിൻ്റെയും ആത്മീയവാദത്തിൻ്റെയും ഒരു നിലപാടിൽ എത്തിച്ചേരും. വസ്തുനിഷ്ഠത ഇവരില്ലാതാക്കുകയും ചെയ്യും. ഫിക്ഷനിൽ നിന്നും വസ്തുനിഷ്ഠത യാഥാർത്ഥ്യത്തെ ചോർത്തി കളഞ്ഞിട്ടാണ് അത്തരത്തിലുള്ള ഒരു ഫിക്ഷനാണ് ചരിത്രം എന്ന് പറയുന്നത്. അവിടെയാണ് പ്രശ്നം. അല്ലാതെ ചരിത്രം കേവലമായ ഡേറ്റയല്ല, നിർമ്മിതിയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ചരിത്രം കണ്ടെത്തലല്ല, കണ്ടുപിടുത്തമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അതാണ്. പക്ഷേ ഇത് കണ്ടെത്തുന്ന ഈ പറയുന്ന നമ്മൾ നിലവിലുള്ളതിൽ നിന്നുള്ള ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഒരു സാധനമാണ് ചരിത്രം. ഒരു വസ്തുനിഷ്ഠതയിൽ നിന്ന് രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു ഭാവനാത്മകമായ ഒരു വസ്തുനിഷ്ഠത എന്ന് പറയുന്ന ഒരർത്ഥം ചരിത്രത്തിന് ഇല്ലാതാക്കിയെടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഭാഷാ നിർമ്മിതിയാണ് ചരിത്രം എന്ന് പറയുമ്പോൾ ഭാഷ നിലവിലുള്ളതാണ്, അതിൽ നിന്നുമാണ് പുതിയത് കണ്ടുപിടിക്കുന്നത് എന്ന കാര്യമെങ്കിലും അംഗീകരിക്കേണ്ടതാണ് അല്ലേ. ഇപ്പോൾ നിലവിലില്ലാത്ത ഭാഷയിൽ എഴുതിയ ആർക്കും മനസ്സിലാവില്ല അല്ലേ. ഇപ്പോൾ ഡെത്ത് ഓഫ് ദ ഓദറിൻ്റെയൊക്കെ തിയറിയിലുള്ള പ്രശ്നം അതാണ്. അതായത് ഭൂതകാലമില്ല, ഓദർ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത് ഭൂതകാലമാണ്. ഭൂതകാലമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ടെക്സ്റ്റ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണെന്ന് പറയുന്നതിനെ ഇവർ ഒഴിവാക്കിയെടുക്കുകയാണ്. നിലവിലുള്ളതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് അവർ ഒഴിവാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിലവിലുള്ളതിൽ നിന്ന് ഉണ്ടാകുന്ന കണ്ടുപിടുത്തമാണ് ചരിത്രവും ഫിക്ഷനും എന്ന് പറയുന്ന കാര്യമാണ് ഹൈഡൻ വൈറ്റ് തമസ്കരിക്കുന്നത് അല്ലേ. ചരിത്രം നിലവിലുള്ളതിൻ്റെ വ്യാഖ്യാനമാണെന്ന് വൈറ്റിന് മുമ്പ് ഒരുപാട് പേര് പറയുന്നുണ്ട്. മാർക്സ് പറയുന്നുണ്ട്, പിന്നെ വാട്ട് ഈസ് ഹിസ്റ്ററി പറയുന്നത് എച്ച് കാർ പറയുന്നത്, ആരെല്ലാം പറയുന്നു. നിലവിലുള്ള വസ്തുനിഷ്ഠ പാഠമായിട്ട് കണക്കാക്കാൻ തൊഴിലാളി പക്ഷ പാഠം നിർമ്മിക്കുകയാണല്ലോ മാർക്സ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ റിയാലിറ്റി ഭാവന ഇതിനെ വൈരുദ്ധ്യമായിട്ട് അവതരിപ്പിക്കാനാവില്ല എന്നുള്ളതാണ് വസ്തുത. റിയാലിറ്റിയുടെ ഒരു ആഖ്യാന രൂപത്തെ നമുക്ക് ഭാവന എന്ന് പറയാൻ പറ്റും. പക്ഷിയെ കണ്ടിട്ട് ഒരാൾ മനുഷ്യന് പറക്കാൻ കഴിയുന്ന വിമാനത്തെ ഭാവന ചെയ്യുന്നു. ഭാവന രേഖപ്പെടുത്തുന്നത് പിന്നെ നമ്മൾ ഒരു ഭാവന ചെയ്യുന്നത് നമ്മളൊരു ടൂളിലൂടെയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ ഭാഷയിലൂടെ അല്ലെങ്കിൽ വിമാനം നിർമ്മിക്കുന്നു. അതും ഒരു മനുഷ്യൻ്റെ ഭാവനയുടെ ഒരു നിർമ്മാണ പ്രവർത്തനമാണ്. ഭാഷയിലൂടെയാണെങ്കിൽ അതൊരു സാഹിത്യം അല്ലെങ്കിൽ ഒരു വിമാനം എന്ന് പറഞ്ഞൊരു നിർമ്മിത വസ്തുവായിട്ട് മാറുന്നത്. അപ്പോൾ അത് യാഥാർത്ഥ്യമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഭാഷ യാഥാർത്ഥ്യമാണ്, വിമാന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് യാഥാർത്ഥ്യത്തിൻ്റെ തന്നെ ഒരു ആഖ്യാന രൂപമാണ് ഭാവന എന്ന് പറയുന്നത്. അതൊരു പുതിയതുണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ ഭാവന എന്ന് പറയുന്നത്, അല്ലാതെ ഇല്ലാത്തതിനെയല്ല പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭാവന അല്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതെല്ലാം യഥാർത്ഥമാണെന്ന് പിക്കാസോ പറയുന്നത്. പിക്കാസോ ആർട്ടിനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പരശുരാമൻ മഴുവെറിഞ്ഞാണ് കേരളം ഉണ്ടായത് എന്നത് ഒരു കാലത്തെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമാണ്. ഗുണ്ടത്വം അത് തന്നെയാണ് കേരള ചരിത്രമായിട്ട് ശേഖരിച്ച് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ സവർണ്ണ ചരിത്രവും മിശ്ര ചരിത്രവും ഒന്ന് തന്നെയാണ്, ഒരേപോലെ തന്നെയാണ്. പിന്നീട് കൊച്ചി സ്റ്റേറ്റ് മാനുവലിൽ CP അച്യുതമേനോൻ അത് ബ്രാഹ്മണാധിപത്യത്തിന് അനുകൂലമായൊരു കഥയാണെന്ന് ആണ് പിന്നെ പറയുന്നത്. ബ്രാഹ്മണൻ കേരളം സൃഷ്ടിച്ചു എന്ന ദേശപക്ഷ റിയാലിറ്റിയുടെ ഒരു പ്രതീക ഭാവനയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അത് ഒരു ഫിക്ഷനാണ്. ഹിസ്റ്ററി നമ്മളടുത്താണ് പറയുന്നത് പിന്നെ ഹിസ്റ്ററി ഫിക്ഷനാണെന്ന് അല്ല. അതായത് മഴുവെറിഞ്ഞ് കേരളം ഉണ്ടായി എന്ന് വിചാരിച്ചിരുന്ന മലയാളികളടുത്താണ് പറയുന്നത് ഈ ഹിസ്റ്ററി ഫിക്ഷനാണ്. പക്ഷേ അതിൻ്റെ പിന്നിലൊരു റിയാലിറ്റി ഉണ്ട്, അത് കണ്ടെടുക്കും അല്ലേ. അങ്ങനെയാണ് അത് ബ്രാഹ്മണൻ കേരളം സൃഷ്ടിച്ചു എന്ന് പറയുന്ന അതീശ യാഥാർത്ഥ്യത്തിൻ്റെ ആഖ്യാന രൂപമാണ്, ഭാവനാ രൂപമാണ് പരശുരാമ കഥ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ മിത്തുകളിലെല്ലാം ഇത്തരം റിയാലിറ്റികളുണ്ട്, അത് കണ്ടെടുക്കാം അല്ലേ. ഇപ്പോൾ ശിവൻ ഒരു ദൈവമാണ് എന്ന് കഥാഭാവനയിൽ കാണാം നമുക്ക്. പക്ഷേ കലപ്പ, എണ്ണയാട്ടൽ, ഓടക്കുഴൽ തുടങ്ങിയവ പഠിപ്പിച്ച ആളെന്നാണ് കേസരി പറയുന്നത് അല്ലേ. നമുക്ക് പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചവരെയൊന്നും നമുക്കറിഞ്ഞില്ല. അപ്പോൾ കസേര കണ്ടുപിടിച്ചതായിരുന്നു, അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു അരിവാൾ കണ്ടുപിടിച്ചതായിരുന്നു, കലപ്പ കണ്ടുപിടിച്ചതായിരുന്നു, ഇതൊന്നും നമുക്കറിയില്ല അല്ലേ. എപ്പോഴും നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ പറയുന്നതെല്ലാം പണി ചെയ്യുന്നവൻ, അധ്വാനിക്കുന്നവനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അധ്വാനിച്ച് ക്ഷീണിച്ച് നാട് തുറക്കുമ്പോൾ ഒരു കയ്യാലയിലിരിക്കുന്നു, അവൻ ആ ഐഡിയ വരുന്നു, ആ ആശയം അല്ല, ആ ഒരു കസേര എന്ന് പറയുന്നൊരു ആശയത്തിലേക്ക് വരുന്നു, അത് ആ ഭാവന ചെയ്യുന്നു, അത് നിർമ്മിക്കുന്നു. അപ്പോൾ അതാണ് വരുന്നത്. അപ്പോൾ ഒരു താരാട്ട് പാട്ടുണ്ടാക്കുന്നു, ഒരു കുട്ടിയെ പരിചരിച്ച് നാട് തളർന്ന ഒരു അമ്മയായിരിക്കും അല്ലേ. വിജയമാഷ് പറയുന്നുണ്ട്, കുട്ടികളെ ഉറക്കുന്നത്, അവരെ ഉറക്കി കിടത്തുന്നത് അല്ലേ, താരാട്ട് പാടി ഉറക്കി കിടത്തുന്നത് അമ്മയ്ക്ക് സൗകര്യത്തിനാണെന്നാണ്. അതുമാത്രമല്ല അല്ലേ, ഇപ്പോൾ ഒരു പാട്ട് കണ്ടുപിടിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആ കുട്ടിയെ ഉറക്കണം അല്ലേ. അതുപോലെ ഒരു കുട്ടിയെ പരിചരിച്ച് നടു തളർന്ന ഒരമ്മ അല്ലേ, ആ അമ്മ ഈണം കണ്ടുപിടിക്കുന്നു. മാത്രമല്ല ആ നടു തളർന്ന പ്രക്രിയയുടെ ഒരു ആശ്വാസമായിട്ടും ആ ഈണം മാറുന്നു. അപ്പോൾ എല്ലാ ഈണങ്ങളും താളങ്ങളും കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ അധ്വാനവുമായി ബന്ധപ്പെട്ട് മനുഷ്യരാണ്, സാധാരണ മനുഷ്യരാണ്.
അല്ലെ നമ്മൾ പലപ്പോഴും റിയാലിറ്റി ഷോയിൽ നേരെ തിരിച്ചു കാണാം. ആദിവാസികളെ കൊണ്ടുവന്ന് പാടിപ്പിച്ചിട്ട് ഇവിടുത്തെ പ്രഖ്യാത പാട്ടുകാരും പാട്ട് ഈണം കൊടുക്കുന്ന സംവിധായകരും ഒക്കെ അവരെ പ്രശംസിക്കും. അതായത് ആദിവാസികൾ ഉണ്ടാക്കുന്ന ഈണം അടിച്ചു മാറ്റി ഒരു പ്രശസ്തനായ ഒരു സിനിമ അല്ലെങ്കിൽ ഗായക അല്ലെങ്കിൽ സിനിമയുടെ പാട്ടിൻ്റെ സംവിധായകനായതിനു ശേഷം തിരിച്ചു വന്ന അവരെ തന്നെ പ്രശംസിക്കും. ഒരു തെറ്റെന്നുള്ളതല്ല, നമ്മൾ ഈ പറയുന്നൊരു ഒരു വൈരുദ്ധ്യമാണത് എന്നുള്ളത് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇതിപ്പോൾ താരാട്ടുപാട്ട് ഒരു രാജകീയ കവിയുടെ പേരിലാണ് താരാട്ടുപാട്ട് നമ്മൾ അറിയപ്പെടുന്നത്. രാജകുമാരനെ പാടി ഉറക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത്തരം ഒരുപാട് പുനർനിർമ്മിതികൾ വിജയമാഷ് നടത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. കേസരിയും അതാണ് ചെയ്യുന്നത്. സംസ്കാരത്തിൻ്റെ ഒരു കർത്തൃത്വം ആരാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംസ്കാരത്തിൻ്റെ കർത്തൃത്വത്തെ പുനർനിർമ്മിക്കുന്നതിനെയാണ് ചരിത്രരചന എന്ന് പറയുന്നത്. അതാണ് ആ ഒരു കർത്തൃത്വത്തിൻ്റെ പുനർനിർമ്മാണം. കലപ്പ കണ്ടുപിടിച്ചത് ശിവനാണ്. ശിവന് ദേശാന്തരങ്ങളുണ്ട്, കാലാന്തരങ്ങളുണ്ട് എന്നൊക്കെ കേസരി പറയുന്നുണ്ട്. അപ്പോൾ ഈ കർത്തൃത്വം എപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ രാജ്യത്തിൻ്റെ അതിർത്തിയിലോ ജാതിയുടെ അതിർത്തിയിലോ മതത്തിൻ്റെ അതിർത്തിയിലോ നിറത്തിൻ്റെ അതിർത്തിയിലോ നിൽക്കുന്നതല്ല. അല്ലേ, അത് അധ്വാനമാണ് അവിടെ മാനദണ്ഡം വരുന്നത്. ഒരു കൂട്ടായ പ്രവർത്തനമാണ്, ഒരു ചരിത്ര പ്രക്രിയയാണെന്നാണ് ഇതെല്ലാം രൂപപ്പെട്ട് വരുന്നത് എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു കർത്തൃത്വ നിർമ്മാണമാണ് കേസരി നടത്തുന്നത്. കേസരിയും ഈ പറയുന്ന മിത്തുകളും കഥകളും ഭാവനകളും ഒക്കെ തന്നെയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് കണ്ടെത്തുന്ന കാര്യം അല്ല. ഇവിടെ നമ്മളിപ്പോൾ നവോത്ഥാനം അവതർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദളിത പറയുന്ന പോലെ അപനിർമ്മാണത്തിലൂടെ എത്നിക് റിയാലിറ്റികളിൽ എത്തിച്ചേരും നമ്മൾ. അതായത് ഇന്ന ജാതിക്കാരൻ ഇന്നത് ചെയ്തു, അല്ല ഇന്ന വേറൊരു ജാതിക്കാരൻ ഇന്നത് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ ഈ പറയുന്ന പാഠങ്ങൾ നിർമ്മിക്കും. ആ പാഠനിർമ്മിതിയല്ല ഇവിടെ നമ്മൾ സംഭവിക്കുന്നത്. ഈ ചരിത്രത്തിൻ്റെ കർത്തൃത്വം ആരാണ്, അവിടെ ആരാണ് ഈ ചരിത്രത്തിൽ നിർമ്മിച്ചെടുക്കുന്നത്? അല്ല അവർ ഇന്ന ജാതിയിലാവുന്നത് കൊണ്ടല്ല അവർ അത് നിർമ്മിച്ചെടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുന്ന ഒരു രീതിശാസ്ത്രം ഇവിടെ ഇപ്പോൾ അത് ഈ പറയുന്ന ഉത്തരാധുനിക ചരിത്ര നിർമ്മാണ രീതിശാസ്ത്രത്തിന് മുമ്പ് തന്നെ കേസരി നമ്മൾ കാണുന്നുണ്ടെന്നുള്ളത് അറിയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അതായത് ഭാവനയിൽ നിന്ന് റിയാലിറ്റിയിലേക്കും യഥാർത്ഥ റിയാലിറ്റിയിൽ നിന്ന് ഭാവനയിലേക്കുമുള്ളൊരു സഞ്ചാരം ഈ ചരിത്ര നിർമ്മാണത്തിലും കഥാനിർമ്മാണത്തിലും ഒരുപോലെയുണ്ട് എന്ന് വിചാരിച്ച് നമുക്കൊരു മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു വസ്തുനിഷ്ഠത എന്നൊക്കെ പറയാൻ നമുക്ക് പറ്റുമോ എന്നൊക്കെ അതിന് എതിർവാദങ്ങൾ ഉന്നയിക്കാം. അല്ലേ, ഇപ്പോൾ മുൻകൂട്ടി നമുക്കൊരു മഹാഭാരതമുണ്ടോ, മഹാഭാരതത്തിൽ നിന്ന് മാരാരൊരു ടെക്സ്റ്റ് നിർമ്മിക്കുന്നു. അല്ലെ, മാരാർക്ക് മഹാഭാരതം എന്ന് പറയുന്നത് ഭാരത പര്യടനം തന്നെയാണ്. അല്ലേ, പക്ഷെ മാരാർക്ക് മുമ്പും മഹാഭാരതം ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് എന്താണത് ആ മഹാഭാരതം എന്നുള്ളത് മാരാരെ സംബന്ധിച്ച് മാരാർ പറയും ഇത് തന്നെയാണ്, അതാണ് വാൽമീകിയുടെ രാമൻ ഇതാണ് എന്ന് പറയുന്നത്. പക്ഷെ അതൊരു ചരിത്രപരമായ നിർമ്മിതിയാണ്. എങ്കിലും മാരാരെ സംബന്ധിച്ച് അതിനൊരു ഉണ്ടാക്കിയെടുക്കുന്ന ടെക്സ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിന് മുൻപ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കർത്തൃത്വം ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു പുനർനിർമ്മാണം ഉണ്ടായി വരൂ. അപ്പോൾ കർത്തൃത്വം ഇല്ലാതെ ഓദറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തരം നിർമ്മിക്കുന്ന ആളുകളെയും ഒഴിവാക്കിയെടുക്കുന്നൊരു പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു പ്രോസസ്സാണെന്നുള്ളത് ഒഴിവാക്കിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഒരു തരം ഒരു പ്രവാഹസന്നദ്ധമായ വസ്തുനിഷ്ഠതയും ഉണ്ട് എന്നുള്ളതാണ്. ഭാവന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടിവട്ടം പോലെ പറന്നു പോകുന്നതും അല്ല. ഒരു പ്രവാഹസന്നദ്ധമായ ഒരു വസ്തുനിഷ്ഠതയും യാഥാർത്ഥ്യവും അങ്ങനെ തന്നെയുള്ള യാഥാർത്ഥ്യവും ഭാവനയുമാണുള്ളത്. അപ്പോൾ ചരിത്രമായാലും ഫിക്ഷനായാലും ഒക്കെ സംസ്കാര ഘടകങ്ങളുടെ നിർമ്മാതാക്കളുടെ ഇച്ഛ അതിലുണ്ടോ, നമ്മൾ ചവിട്ടി നിൽക്കുന്ന പ്രദേശം അതിലുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രശ്നമെന്ന് പറയുന്നത്. സംസ്കാരത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ഇങ്ങനെ വൈരുദ്ധ്യ സ്വഭാവത്തിൽ ഒരു നോവലിൽ കാണും. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ചരിത്രം എന്ന് പറയുന്ന ഒരു മോശപ്പെട്ട കെട്ടുകഥയായിട്ട് മാറും. അല്ലെ, തിരുവിതാംകൂർ അന്തപുര രഹസ്യങ്ങളൊക്കെ നമുക്ക് ഒരു കഥയായിട്ട് ഈ ഇപ്പം വലിയ പ്രസാധകർ നമുക്ക് തരും. എന്നിട്ട് ചരിത്രമാണെന്ന് പറയും. കെട്ടുകഥയായതുകൊണ്ട് കെട്ടുകഥ പോലെ വായിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതുപോലെ നോവലുകളെന്ന് പറയുന്നതും ചരിത്രകഥയായിട്ട് മാറും. നോവലൊരു മോശപ്പെട്ട ചരിത്രം ഇട്ടിക്കോര എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വരും. പക്ഷെ ഇവിടെ ഒന്നും തന്നെയും ഒരു കർത്തൃത്വ നിർമ്മാണമോ യഥാർത്ഥത്തിൽ സംസ്കാരത്തിൻ്റെ യഥാർത്ഥ നിർമ്മാതാക്കളുടെ ഒരു സാന്നിധ്യമോ കാണില്ല. അതാണ് പറഞ്ഞത്, ചരിത്രം മോശപ്പെട്ടൊരു കെട്ടുകഥയും നോവൽ മോശപ്പെട്ടൊരു ചരിത്രകഥയുമായിട്ട് മാറുന്നത് നമുക്കിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതൊരു പ്രത്യേക കാലഘട്ടത്തിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു രീതിയുമാണ്. അപ്പോൾ വിജയമാഷ് കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ നിർമ്മാതാക്കളുടെ കർത്തൃത്വത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല ചെയ്യും. തൊട്ടടുത്ത്
ഒരു അക്കാഡമിക് നിരൂപകൻ ചെയ്യുന്നത് അപ്പം വിപണിയിൽ ഇറങ്ങുന്ന സിദ്ധാന്തങ്ങളെ മുൻനിർത്തി സാഹിത്യത്തെ ജീവിതത്തെ വിശദീകരിക്കും. ജീവിതത്തോടും താല്പര്യമില്ല, സിദ്ധാന്തങ്ങളോടും താല്പര്യമില്ല, ഒന്നുമില്ല. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് നമുക്ക് നിരൂപകരൊക്കെ ഉണ്ടാകും. ആധുനിക നിരൂപകരുണ്ടാവും, ഉത്തരാധുനിക നിരൂപകരുണ്ടാവും. അങ്ങനെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അപ്പോൾ വിപണിയിലുള്ള സിദ്ധാന്തങ്ങളെയൊക്കെ ആശ്രയിക്കുന്ന, അതിനെ വ്യാഖ്യാനം അല്ലെങ്കിൽ അതിനെ പിൻപറ്റുന്ന ആളുകളാണ്. അപ്പോൾ വിജയമാഷ അതിൻ്റെ ഒരു പരിധിയിൽ വരുന്ന ഒരാളല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ സംസ്കാരത്തിൻ്റെ നിർമ്മാതാവ് ആരെന്ന് പറയുന്നൊരു ചോദ്യമാണ് മാഷ് പ്രധാനമായിട്ടും ഉന്നയിച്ചത്. അത് സ്വാഭാവികമായിട്ടും അക്കാഡമിക് പഠനം മറച്ചു പിടിക്കുന്നു എന്നുള്ളതാണ്. മറച്ചു പിടിക്കുന്ന പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദൗത്യമാണ്. അക്കാഡമിക് പഠനങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസം തന്നെ വിജയമാഷ പറയുന്ന പോലെ യാഥാസ്ഥിതിക പരിശീലനമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ പരിസ്ഥിതിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു, അക്കാഡമിക്കായിട്ട് പഠിക്കുന്നു. എന്താണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ പരിസ്ഥിതി സംരക്ഷിക്കണം, പ്രകൃതിയിലേക്ക് മടങ്ങണം, മനുഷ്യൻ എന്ന് പറയുന്ന ആളാണ് ഏറ്റവും വലിയ വില്ലൻ, ക്രൂരൻ എന്നാണ്. അപ്പോൾ മാഷ് പറയുന്നതാണ് പരിസ്ഥിതി എന്നത് മനുഷ്യവൽക്കരിക്കപ്പെട്ട പ്രകൃതിയാണ് നമ്മൾ പരിസ്ഥിതി എന്ന് പറയുന്നത്. അല്ലേ, വയൽ സംരക്ഷിക്കണം, കുളം സംരക്ഷിക്കണം, അല്ലെങ്കിൽ വയൽ നികത്തരുത്, കുളം നികത്തരുത് എന്ന് പറയുന്നതൊന്നും പ്രകൃതിയിലേക്ക് മടങ്ങുന്നതല്ല. കാരണം പ്രകൃതിയിൽ വയലും കുളവുമില്ല, ഇതെല്ലാം മനുഷ്യരുണ്ടാക്കിയതാണ്. അപ്പോൾ നിർമ്മിക്കുന്ന മനുഷ്യനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ പറയുമ്പോൾ ഇക്കോക്രിറ്റിസത്തിലും അല്ലെ മനുഷ്യകേന്ദ്രിതവാദം ഒരു പാപമായിട്ടാണ് നമ്മൾ അക്കാഡമിക്കായിട്ട് പഠിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ പരിസ്ഥിതി പഠനങ്ങൾ, അങ്ങനെ ഒരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ. എല്ലാ പഠനങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ജലം അമൂല്യമാണ്, പാഴാക്കരുതെന്ന് നമ്മൾ 1ാം ക്ലാസ് മുതൽ പോസ്റ്റർ ഉണ്ടാക്കി. എല്ലാ ക്ലാസ്സിലും എല്ലാ വർഷവും പോസ്റ്റർ ഉണ്ടാക്കും. പക്ഷേ ഈ പാഴാക്കുക എന്ന് പറയുന്ന സങ്കല്പം എന്താണെന്ന് മാത്രം ആലോചിക്കില്ല. വെള്ളം തറയിൽ വീഴുക എന്ന് പറഞ്ഞാൽ പാഴാവുന്നതാവില്ലല്ലോ, വെള്ളം ഭൂമിയിൽ നിന്നല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ആദർ, ഇതിൻ്റെ കർത്തൃത്വം എന്ന് അല്ലെങ്കിൽ ഇതാരാണ് ഇങ്ങനെ പറയിക്കുന്നത്, നമ്മളെ കൊണ്ട് പറയിക്കുന്നത്. ഇപ്പോൾ വെള്ളം വിൽക്കാനും വാങ്ങാനും ഉള്ളതാണെന്നൊരു സ്ഥാപിച്ചെടുക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. അല്ലെ, വെള്ളം പൈസ കൊടുത്ത് വാങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് കളയരുത്, പാഴാക്കരുത്, പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. അല്ല, അപ്പോൾ നമുക്ക് വെള്ളത്തിന് ബില്ല് കൂടുമ്പോഴാണ് ഇപ്പോഴാണ് ആൾക്കാർ പറയുന്നത് വെള്ളത്തിന് ബില്ല് ഭയങ്കരമായിട്ട് കൂടി. അല്ല, അതുകൊണ്ട് വെള്ളം ചുരുക്കി ഉപയോഗിക്കണമെന്ന് വീട്ടിൽ അമ്മമാരും അച്ഛന്മാരും ഒക്കെ പറയും. അല്ലേ, അത് നമ്മൾ മുൻകൂട്ടി നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലേ, വെള്ളം ഇപ്പോൾ കൂടുതൽ അമൂല്യമായിട്ട് വരികയാണ്, വളരെ വില കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കതൊരു സഖ്യമാക്കി, അത് സ്വാഭാവികമാണ്. വെള്ളം അമൂല്യമാണെന്ന് പറയുമ്പോൾ എത്ര വില കൂടിയാലും നമുക്ക് വാങ്ങിച്ചു ഉപയോഗിക്കേണ്ടതാണെന്ന് നമുക്ക് ബോധത്തിൽ പതിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഇങ്ങനെ പരിസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് പരിസ്ഥിതിയെ വിൽക്കാൻ, ജലം അമൂല്യമാണ് എന്ന് മുദ്രാവാക്യം എഴുതിയിട്ട് നമുക്ക് വെള്ളം വിൽപ്പനയ്ക്ക് എത്തിക്കാൻ, ഇങ്ങനെ പ്രകൃതി ഒരു ബില്ലിട്ട് വാങ്ങുന്ന പ്രക്രിയ വിജയമാഷ് അത് പറയുന്നുണ്ട്. വെള്ളത്തിന് ബില്ലിടുന്നു, പ്രകൃതിക്ക് ബില്ലിടുന്നു, അല്ലേ, ഇതിനെക്കുറിച്ചൊക്കെ വിജയമാഷ് ധാരാളം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കങ്ങനെ പ്രകൃതിയിലേക്ക് മടങ്ങാൻ പറ്റില്ല, നിങ്ങൾ പറയുന്ന കണക്കല്ല. അപ്പോൾ സിറ്റിയിൽ നിന്ന് ഏറ്റവും തിരക്കുള്ളൊരു സ്ഥലം തിരക്കൊഴിഞ്ഞ്, സിറ്റി ഭയങ്കര തിരക്ക്, സിറ്റിയിൽ നിന്ന് തിരക്കൊഴിഞ്ഞ് വേളിയിലോ ശംഖുമുഖത്തോ പോവാം എന്ന് വിചാരിച്ച് ശംഖുമുഖത്ത് ചെല്ലുമ്പോഴത്തേക്ക് സിറ്റിയിലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലമായിട്ടത് മാറുകയാണ് ചെയ്യുന്നത് എന്ന് വിജയമാഷ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ഈ നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിതവുമായിട്ട് ഈ ഒരു വ്യവസായികൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യാജ ദ്വന്ദ്വങ്ങൾക്കപ്പുറത്ത് അല്ല നമ്മുടെ സമകാല ജീവിതവുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കുക, സംസ്കാരത്തിൻ്റെ കർത്തൃത്വത്തെ പുനഃപരിശോധിക്കുക, ഇതൊക്കെയാണ് വിജയമാഷ് നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഒരു സ്ഥലത്തെ വെച്ച് സാംസ്കാരിക ഘടകങ്ങളെ പരിശോധിക്കുന്നു എന്നുള്ളതാണ് വിജയമാഷിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത. ഈ വിജയമാഷിൻ്റെ ഒരു സാംസ്കാരിക ദർശനത്തിൽ ഈ പറയുന്ന പൂർവ്വകാലവും സമകാലവും ഒരേപോലെ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. മതം മുതലാളിത്തം എന്ന് പറയുന്ന ദ്വന്ദ്വം നമ്മൾ ടി വിയിലെ വാർത്ത പോലെയോ ഉത്തരാധുനിക സൗന്ദര്യശാസ്ത്രത്തിലെന്ന പോലെ അല്ല അവതരിപ്പിക്കപ്പെടുന്നത്. മതവും മുതലാളിത്തവും തമ്മിലുള്ള ചേർച്ചകളും ഇടർച്ചകളും മാഷ് വിലയിരുത്തുന്നുണ്ട്. മുതലാളിത്തത്തിൻ്റെ ഭാഗം വിപ്ലവമായിട്ട് കൊണ്ടുവരികയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ സവർണ ഫാസിസത്തെ എതിർക്കും, മതത്തിൻ്റെ ഭാഗത്തെ എതിർക്കും, പക്ഷെ അതിൻ്റെ പ്രായോജികരായ മുതലാളിത്തത്തെ നമ്മൾ വിപ്ലവമായിട്ട് സ്വീകരിക്കും. അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫാസിസ്റ്റ് വിരുദ്ധ സമരങ്ങളോ അല്ലെങ്കിൽ ഫാസിസ്റ്റ് വിരുദ്ധ പുസ്തകങ്ങളോ പ്രഭാഷണങ്ങളോ ഒന്നും തന്നെ സംസ്കാര പഠനങ്ങളോ ഒന്നും തന്നെ ഒരു പ്രശ്നമില്ലാത്തതാണ്. കാരണം ഇന്നത്തെ യാഥാർത്ഥ്യമായിട്ട് അതിന് ബന്ധമില്ല. കാരണം ഇന്നത്തെ ഈ ഫാസിസ്റ്റ് മൂല്യങ്ങളുടെ പ്രായോജകർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുതലാളിത്തമായതുകൊണ്ട് തന്നെ രണ്ടിനെയും എതിർക്കാതെ നമുക്ക് യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമില്ലാത്ത അവസ്ഥയായി ഒന്നിനെ മാത്രം എതിർക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഫാസിസം എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഫാസിസം തന്നെ വളർന്നു വലുതാവുകയും
അല്ലെ, ഫാസിസത്തിനെ എതിർക്കുന്ന പുസ്തകങ്ങൾക്ക് നമുക്ക് അവാർഡ് കിട്ടുകയൊക്കെ ചെയ്യും. നമ്മളിപ്പോൾ കന്യക ലൈംഗിക തൊഴിലാളി എന്ന് പറഞ്ഞൊരു ദ്വന്ദ്വം അല്ലെ, ഇപ്പോൾ കന്യകയ്ക്ക് പില്ലിംഗം ഇല്ലാത്തവർ നമ്മൾ ദുഃഖിക്കും, അത് ദുഃഖിക്കേണ്ടതാണ്. പക്ഷേ ലൈംഗിക തൊഴിലാളിക്ക് പില്ലിംഗം ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ലൈംഗിക തൊഴിലാളി വിപ്ലവമായിട്ട് മാറും. പഴയ കന്യകയും വേശ്യയും ഒക്കെ മോശമായിട്ട് മാറും. മതകാലത്തെ അല്ലെ കന്യകയും വേശ്യയും എതിർക്കും. അതിന് ബദലായിട്ട് ലൈംഗിക തൊഴിലാളിയെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരും. അതാണ് നമ്മൾ അക്കാഡമിക് പഠനത്തിലും വ്യാവസായിക മാധ്യമങ്ങളുടെ ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത്. മാഷ് പക്ഷേ അതിനെ ബന്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ജീവിതം മുഴുവൻ എരിഞ്ഞു തീർത്താൽ സ്വർഗം കിട്ടുമെന്ന് പിന്നെ ഒരു കാലത്ത് മതം പറഞ്ഞു, കന്യാസ്ത്രീകളുടെ അടുത്തുമൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു ദിവസം എരിഞ്ഞു തീർത്താൽ ചെക്ക് കിട്ടും എന്നുള്ളതാണ് ലൈംഗിക തൊഴിലാളിയോട് നമ്മൾ പറയുന്നത്. അല്ലേ, അതുപോലെ ലൈംഗിക തൊഴിലാളി എന്ന് പറയുന്ന പ്രയോഗത്തിൽ തന്നെ സ്ത്രീ ഒരു ഉപകരണമാണ്. ലൈംഗികത ഒരു തൊഴിലാണെങ്കിൽ സ്ത്രീ ഒരു ഉപകരണമാണ് എന്ന് പറയുന്ന ആശയം അതിനോടൊപ്പം തന്നെ എന്ന് വിജയമാഷ് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മളിപ്പോൾ ജെൻഡർ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ഭാവിയിൽ ലൈംഗിക വ്യവസായത്തിലെ ഒരു പരസ്യവാചകങ്ങളായിട്ടാണ് ഇത് മാറുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യാജ ദ്വന്ദ്വങ്ങൾ ഒരു മാതൃകയും കൂടെ പറഞ്ഞിട്ട് ഞാൻ അത് അവസാനിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ പ്രാദേശികത ദേശീയത എന്ന് പറയുന്നൊരു മാതൃക, ഇപ്പോൾ സവർണ ഫാസിസത്തിൽ തള്ളിക്കളയാൻ വേണ്ടി നമ്മൾ ദേശീയതയെ എതിർക്കും, ഇപ്പോൾ പ്രാദേശികതയെ നമ്മൾ സ്വീകരിക്കും. അതാണല്ലോ നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത്. മാഷ് പക്ഷേ രണ്ടരികുകളെയും നിഷേധിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യ പ്രവർത്തനമാണ് വരുന്നത്. ഫാസിസ്റ്റുകൾ പറയുന്നു വരാൻ പോകുന്ന ലോകം ഇന്ത്യയുടേതാണ്, ഇന്ത്യ എന്ന് പറഞ്ഞ് അഭിമാനിക്കും. അല്ല, അങ്ങനെയുള്ളൊരു ദേശീയതയെക്കുറിച്ച് പറയുമ്പോൾ മാഷ് പറയും വരാൻ പോകുന്ന ലോകം ഇന്ത്യയുടേതാണെന്ന് പറയുന്ന ഫാസിസ്റ്റുകളെ മാഷ് എതിർക്കും. വരാൻ പോകുന്നത് ഹിറ്റ്ലറുടെയോ ബ്രിട്ടൻ്റെയോ പോലെ ഇന്ത്യയുടെയും ആകരുത്. ഇല്ല, ബ്രിട്ടൻ്റെത് വരാൻ പോകുന്നൊരു ലോകം എന്ന് പറഞ്ഞൊരു ലോകം ഒരുക്കം ഉണ്ടായിരുന്നതാണ്, ഹിറ്റ്ലറും ആഗ്രഹിച്ചതാണ്. അപ്പോൾ അതുപോലൊരു ലോകം ആകരുത് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അതേസമയം തന്നെ ഇപ്പോൾ അയൽക്കൂട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ അയൽക്കൂട്ടം എന്ന വാക്ക് ദേശീയതയെ ഇല്ലാതാക്കും. ആഗോളീകരണം ദേശീയതയെ ദുർബലപ്പെടുത്തുന്ന ഒരു അധികാരമാണ് എന്ന് പറയും. അല്ലേ, നമുക്ക് പ്രസിദ്ധമായിട്ടറിയാം വ്യക്തിയല്ല രാജ്യമാണ് വലുത്, രാജ്യത്തിന് പ്രാമുഖ്യം കൊടുക്കും. കാരണം ഗ്ലോബലൈസേഷൻ്റെ ഒരു സവിശേഷത ദേശീയത ഇല്ലാതാക്കുക, രാജ്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് ആവശ്യമാണല്ലോ. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ഈ ദ്വന്ദ്വങ്ങളെല്ലാം ഒന്ന് സ്വീകരിക്കുകയല്ല ചെയ്യുന്നത്. രണ്ടിനെയും പ്രശ്നവൽക്കരിക്കുകയും അതിൻ്റെ വൈരുദ്ധ്യങ്ങളെ കണ്ടെത്തുകയും സമകാലിക അധികാര വ്യവസ്ഥ എവിടെ നിൽക്കുന്നു, ദേശീയതയെ ഇന്നത്തെ നിലയിൽ ദേശീയതയെ നമ്മൾ ടാഗോറിനെയൊക്കെ പറയും അല്ലേ. പക്ഷേ ഇന്നത്തെ നിലയിൽ ദേശീയത എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്, ഇന്ന് രാജ്യത്തെക്കുറിച്ച് നമുക്ക് എന്തുകൊണ്ട് ചിന്തിക്കണം. ഒരു ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് രാജ്യം ശിഥിലമായി മാറുന്നു, വംശീയ യുദ്ധങ്ങളുടെ സ്ഥലമായിട്ട് മാറുന്നു. അപ്പോൾ ദേശീയത ആവശ്യം. ദേശീയത ഒരു ഉപകരണമാണ്, അതിനെ വിമർശിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നത് ഒരു സന്ദർഭത്തിൽ വെച്ചാണെന്ന് മാഷ് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വിശകലന രീതി പരിചയപ്പെടുത്തുക മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് അല്ലേ. ഇത്തരം ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ വിജയമാഷിലുണ്ട്. തൽക്കാലം ഇവിടെ സംസ്കാര വിശകലനത്തിൻ്റെ ഒരു മാതൃക എന്നുള്ള രീതിയിൽ ഒന്ന് രണ്ടെണ്ണം രീതിശാസ്ത്രം പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ അക്കാഡമിക് രീതിയും വ്യാവസായിക മാധ്യമങ്ങളുടെ രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ്, അതിൻ്റെ വിപരീതമാണ് എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ചോദ്യം, അക്കാഡമിക് ജീവികൾ ബുദ്ധിജീവികൾക്ക് ബ്രഹ്മവിദ്യനെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് പറയുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതാണ് ഞാൻ വിശദീകരിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയും അക്കാഡമികളിലൂടെയാണ് പലപ്പോഴും ഈ വ്യാവസായിക മാധ്യമങ്ങളിലൂടെയുമാണ് ഈ മുതലാളിത്ത യുക്തികൾ, ഇത്തരം രീതിശാസ്ത്രം കടന്നു വരുന്നത്. ഇതിനെ നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. അക്കാഡമിക്കായിട്ട് വരുന്നതിന് അക്കാഡമികമായിട്ട് ചിലപ്പോൾ ചെറുക്കേണ്ടി വരാം. ഇപ്പോൾ ചിന്തിച്ച് തുടങ്ങുന്ന കുട്ടികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെയും ബുദ്ധിയെ നമ്മളില്ലാതാക്കാൻ ഇത് സഹായകരമാണ്. അവരെ പിടിച്ചുകെട്ടാൻ, ആ ബുദ്ധിയെ പിടിച്ചുകെട്ടാൻ ഇത്തരത്തിലുള്ള ഒരു രീതിശാസ്ത്രം. അതുകൊണ്ടാണ് നമ്മൾ ഗവേഷണം മുഴുവനും ഒരു ഈ ജീർണതയായി മാറിയെന്നൊക്കെ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ സംസ്കാരത്തെ പഠിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസ്കാരത്തിൻ്റെ അവകാശികളെ, യഥാർത്ഥത്തിലുള്ള സംസ്കാരത്തിൻ്റെ അവകാശികളെ ഇല്ലാതാക്കാനും സംസ്കാരം തന്നെ ആയുധമാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് സാമ്പത്തിക ഘടനയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രത്യേക മേഖലയാണെന്നൊക്കെ പറഞ്ഞ തിയറികളൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ. ക്ലാസിക്കൽ മാർക്സിസം, അതിന് ശേഷമുള്ള മാർക്സിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്നുണ്ട്. ഗ്രാംഷി തന്നെയും ഗ്രാംഷിയെ പോലും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഫൗണ്ടേഷൻ, ഫോർഡ് ഫൗണ്ടേഷനിൽ നിന്നോ അങ്ങനെയുള്ളതിൽ നിന്നോ ഫെലോഷിപ്പ് വാങ്ങിച്ചിട്ട് നിർമ്മിക്കുന്ന
സാംസ്കാരിക പഠന തീസിസ് തന്നെ അവരുടെ നിഗമനം ഇതായിരിക്കും. സംസ്കാരം ഒരു പ്രത്യേക ഒരു സാമ്പത്തിക അടിത്തറയുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ഉപരിതലത്തിലുള്ള ഒരു വസ്തുവാണ് എന്ന് പറയുന്ന ഇവർ സ്ഥിരം കൊണ്ടുവരുന്നൊരു തിയറി സ്ഥാപിച്ചെടുക്കും ഈ ഇവരുടെ കണ്ടുകൊണ്ട് നിർമ്മിക്കുന്ന തീസിസുകൾ തന്നെ. അപ്പോൾ ഇത്തരത്തിൽ സാംസ്കാരികമായിട്ട് നമ്മൾ ആക്രമിക്കപ്പെടുമ്പോൾ അക്കാഡമികമായിട്ട് അതിനെ ചെറുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു അധ്യാപകനായിരുന്ന ഒരു ആൾ കൂടിയാണ് വിജയൻ മാഷ്. മാഷിനെ നമ്മൾ ഓർക്കുമ്പോൾ ആ രീതിയിൽ ഒരു സെമിനാർ ചർച്ച സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. മാഷ് തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു വീട് കെട്ടുന്നത് അടിത്തറയിൽ നിന്നാണ് കെട്ടിപ്പൊക്കുന്നത്. പക്ഷേ ആദ്യം പൊളിക്കുന്ന സമയത്ത് നമ്മൾ ആ മേൽക്കൂരയാണ് പൊളിക്കുന്നത്. സംസ്കാരത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കാതെ നമുക്ക് യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, ഒരു ഏകാധിപതി വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല നമ്മൾ അനുസരിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ സമ്മതിക്കുകയും കൂടി ചെയ്യുന്നു അല്ലേ. അപ്പോൾ അത് അങ്ങനെ സമ്മതികളെ നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത് ഈ സംസ്കാര പഠനങ്ങളിലൂടെയും പല ആശയ വ്യവഹാരങ്ങളിലൂടെയും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മുതലാളിത്ത യുക്തികൾ കൊണ്ട് നിർമ്മിച്ച ഈ സംസ്കാരത്തിൻ്റെ ഈ മേൽക്കൂരയിൽ നമ്മൾ ചെറിയൊരു ചലനമെങ്കിലും സൃഷ്ടിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു അക്കാഡമിക് സ്വഭാവമുള്ളൊരു വിഷയം വെച്ച് ചർച്ച ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും പ്രസക്തമാണെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. എന്തായാലും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.